ഒരു ടൂർണമെന്റിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് അട്ടിമറി വിജയങ്ങൾ. ഉദാഹരണത്തിന് ക്രിക്കറ്റ് ലോകകപ്പ് ടൂർണമെന്റിനിടയിൽ അപ്രതീക്ഷിതമായി താരതമ്യേന ചെറിയ ടീം വലിയ ടീമിനെ പരാജയപ്പെടുത്തുന്ന ഇൻസിഡന്റ് ഉണ്ടായാൽ അത് ആ ടൂർണമെന്റിനെ മൊത്തത്തിൽ തന്നെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്തേക്കാം. അങ്ങനെയുള്ള നിരവധി മത്സരങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു മത്സരത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. 1999 ലോകകപ്പാണ് വേദി. ഇന്ത്യയും സിംബാബ്വേയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ 3 റൺസിന് പരാജയപ്പെട്ടത് ടൂർണമെന്റിൽ വലിയ ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കിയിരുന്നു. അതോടെ ഇന്ത്യയുടെ ലാസ്റ്റ് ഗ്രൂപ്പ് ഗെയിം ക്രൂഷ്യലായി മാറി. സൂപ്പർ 6ലേക്ക് യോഗ്യത നേടുന്നതിനായുള്ള നിർണായക മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ ബിർമിംഗ്ഹാമിൽ വെച്ച് ഏറ്റുമുട്ടുന്നു. ഇരു ടീമുകൾക്കും ആ ലോകകപ്പിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് മികച്ച മാർജിനിൽ വിജയം അനിവാര്യമായിരുന്ന മത്സരം. മേഘാവൃത്തമായ അവസ്ഥയിൽ ആരംഭിച്ച ആ മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ അലക്സ് സ്റ്റുവർട്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. സൗരവ് ഗാംഗുലി, സതഗോപൻ രമേശ് സഖ്യം ഭേദപ്പെട്ട തുടക്കമായിരുന്നു ഇന്ത്യക്ക് നൽകിയത്. ഇരുവരും ഒന്നാം വിക്കറ്റിൽ 49 റൺസ് കൂട്ടിച്ചേർത്തു. രമേശ് പുറത്തായെങ്കിലും പിന്നാലെ എത്തിയ ഇൻഫോം ബാറ്ററായ രാഹുൽ ദ്രാവിഡും ഗാംഗുലിയും ചേർന്ന് മറ്റൊരു മികച്ച കൂട്ടുകെട്ടിലൂടെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. എന്നാൽ 40 റൺസ് എടുത്ത ഗാംഗുലിയെ ഇംഗ്ലണ്ട് തിരികെ അയച്ചു. അധികം വൈകാതെ തന്നെ സച്ചിനും മടങ്ങി. എന്നാൽ 4ാം വിക്കറ്റിൽ ദ്രാവിഡ് അസറുദ്ദീൻ സഖ്യം മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി. 3-ന് 174 എന്ന മികച്ച നിലയിൽ നിന്നിരുന്ന ഇന്ത്യ പക്ഷേ ദ്രാവിഡിന്റെ വിക്കറ്റ് വീണതോടെ നിലം പൊത്തി. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം ദ്രാവിഡ് പുറത്തായത് ഒരു കൂട്ട തകർച്ചയ്ക്ക് വഴിയൊരുക്കി. പിന്നാലെ അസറുദ്ദീനും മടങ്ങി. ഒടുവിൽ വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് അജയ് ജഡേജ നടത്തിയ ചെറുത്തുനിൽപ്പ് ഇന്ത്യയെ നിശ്ചിത ഓവറിൽ 232 റൺസ് എടുക്കാൻ സഹായിച്ചു. കാലാവസ്ഥയും പിച്ചിന്റെ അവസ്ഥയും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ ഇന്നിംഗ്സ് എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ളതായിരുന്നു. അങ്ങനെ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മിന്നൽ തുടക്കവും ലഭിച്ചു. തന്റെ വ്യത്യസ്തമായ ബൗളിംഗ് ആക്ഷൻ കൊണ്ട് ശ്രദ്ധയാർജിച്ച ലോകകപ്പിന്റെ ലോഗോയിൽ പോലും ഇടം പിടിച്ച ദേബാശിഷ് മൊഹന്തി ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലാഴ്ത്തി. സ്കോർ ബോർഡിൽ 13 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഇംഗ്ലീഷ് ഓപ്പണർ അലക്സ് സ്റ്റുവർട്ടിനെ സ്ലിപ്പിൽ അസറുദ്ദീന്റെ കൈകളിലെത്തിച്ചും പുറകെ സ്റ്റാർ ബാറ്റ്സ്മാൻ ഗ്രേം ഹീഗിനെ ഗോൾഡൻ ഡക്കിൽ കുറ്റിയിളക്കിയും ജവഗൽ ശ്രീനാഥിനൊപ്പം ഓപ്പണിംഗ് ബൗളിംഗ് സ്പെൽ മൊഹന്തി മനോഹരമാക്കി. പിന്നീട് പതിയെ ആ ആവേശം ഇന്ത്യൻ ആരാധകരിൽ നിന്നും ചോർത്തിക്കൊണ്ട് നാസർ ഹുസൈന്റെയും ഗ്രഹാം തോർപ്പിന്റെയും ഒരു കൂട്ടുകെട്ട് പിറന്നു. ഇതിനിടെ 16 ഓവറിൽ 59 റൺസ് കൂടി ഇരുവരും കൂട്ടിച്ചേർത്തുകൊണ്ട് മത്സരത്തിൽ പിടിമുറുക്കി. ഈ റൺവേട്ടയിൽ തങ്ങൾ വേണ്ടത്ര സ്ഥിരതയുള്ളവരാണെന്ന് ഇംഗ്ലണ്ട് കരുതിയിരുന്നപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ സൗരവ് ഗാംഗുലിയെ ആക്രമണത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ക്യാപ്റ്റനെയും ആരാധകരെയും നിരാശപ്പെടുത്തിയുമില്ല. ഇന്ത്യ അത്രയും നേരം ആഗ്രഹിച്ച ബ്രേക്ക് ത്രൂ നാസർ ഹുസൈന്റെ കുറ്റിയിളക്കിക്കൊണ്ട് ഗാംഗുലി അത് നൽകുകയും ചെയ്തു. പിന്നാലെ ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന്റെ 21ാം ഓവറിലേക്ക് കടക്കുമ്പോൾ ഇടിമിന്നലും മഴയും തുടർന്ന് കളി നിർത്തിവെക്കേണ്ടിയും വന്നു. പിറ്റേന്നുള്ള ആ മത്സരത്തിന്റെ റിസർവ് ഡേയിൽ രാവിലെ ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് പുനരാരംഭിച്ചു. ഗ്രഹാം തോർപ്പും നീൽ ഫെയർബ്രദറും കൂടി ഇന്നിംഗ്സ് മുന്നോട്ട് ചലിപ്പിക്കവേ അപകടകാരിയായി നിന്ന തോർപ്പിനെ LBWയിൽ ശ്രീനാഥ് പുറത്താക്കി. തുടർന്ന് ഫെയർബ്രദറും അന്ന് യുവതാരമായിരുന്ന ആൻഡ്രൂ ഫ്ലിൻഡോഫും ചേർന്ന് 5ാം വിക്കറ്റിൽ വിലപ്പെട്ട 38 റൺസ് കൂട്ടിച്ചേർത്തെങ്കിലും ഫ്ലിൻഡോഫിന്റെയും പിറകെ ആദം ഹോളിയോക്കിന്റെയും വിക്കറ്റുകളുമായി അനിൽ കുംബ്ലെ ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ സമയം വെറും 4 വിക്കറ്റുകൾ മാത്രം കയ്യിലിരിക്കെ ഇംഗ്ലണ്ടിനെ 85 പന്തിൽ വിജയിക്കാൻ 103 റൺസ് വേണമായിരുന്നു. അസറുദ്ദീൻ വീണ്ടും ഗാംഗുലിയെ ബൗളിങ്ങിന് കൊണ്ടുവന്നു. മാർക്ക് ഇൽഹാമിനെയും അടുത്ത ഓവറിൽ നീൽ ഫെയർബ്രദറിന്റെ പ്രൈസ് വിക്കറ്റുമായി തുടർച്ചയായ വിക്കറ്റുകൾ വീഴ്ത്തി ഗാംഗുലി ഇംഗ്ലണ്ടിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിച്ചുകൊണ്ട് മത്സരം ഇന്ത്യക്ക് വേണ്ടി സീൽ ചെയ്തു. വൈകാതെ ഇംഗ്ലണ്ട് 45.2 ഓവറിൽ 169 റൺസിന് എല്ലാവരും പുറത്താവുകയും ചെയ്തു. ഇന്ത്യക്ക് 63 റൺസിന്റെ ഉജ്ജ്വല വിജയം. 8 ഓവറിൽ നിന്നായി 27 റൺസുകൾ വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ഗാംഗുലി ഇന്ത്യൻ ബൗളർമാരിൽ മികച്ചു നിന്നു. ഈ വിജയത്തോടെ ഇന്ത്യ സൂപ്പർ 6ൽ സ്ഥാനമുറപ്പിക്കുകയും ആതിഥേയരായ ഇംഗ്ലണ്ടിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മത്സരത്തിലെ ഈ ഓൾറൗണ്ട് പ്രകടനത്തിന് സൗരവ് ഗാംഗുലിക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും ലഭിച്ചു. ആ ലോകകപ്പിലെ അദ്ദേഹത്തിന്റെ തുടർച്ചയായ 2ാമത്തെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കൂടിയായിരുന്നു അത്.